എല്ലാവർക്കും മുത്തുക്കുട എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ കവി പറയുന്നത് നോക്കൂ. പൊന്നിറമുള്ള മുത്തുക്കുടയേന്തി നിൽക്കുന്ന മുക്കുറ്റിയും കോളാമ്പിപ്പൂവ് ചാർത്തിയ പ്രകൃതിയുടെ ഓണപ്പുടവയും അവളുടെ അഴകിനൊപ്പം എത്തുകയില്ലത്രേ. ആരുടെ അഴകിന്? ഓമനയുടെ അഴകിന്. പൊന്നിറമുള്ള അല്ലെങ്കിൽ സ്വർണ്ണ നിറമുള്ള മുത്തുക്കുടയേന്തി നിൽക്കുന്ന മുക്കുറ്റിപ്പൂവും, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 3-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് മുക്കുറ്റി ചെടിയുടെ ഒരു കവിത അല്ലേ. നക്ഷത്രവും പൂവും എന്ന കവിതയിൽ മുക്കുറ്റിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മുക്കുറ്റിയുടെ പൂവിൻ്റെ ഭംഗിയൊക്കെ അന്ന് നമ്മൾ പഠിച്ചിരുന്നു. നല്ല സ്വർണ്ണ നിറത്തിലുള്ള ആ പൂവാണ് മുക്കുറ്റിയുടേതെന്ന് ഒക്കെ അന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ കോളാമ്പിപ്പൂവ് ചാർത്തിയ പ്രകൃതിയുടെ ഓണപ്പുടവയും ഓമനയുടെ അഴകിനൊപ്പം എത്തുകയില്ലെന്നും അവൾ പറയുന്നു. അടുത്ത വരികൾ. മടിയിലിരുത്തി കുഞ്ഞിക്കൈകളിൽ ഉരുളയുരുട്ടിത്തരുമച്ചൻ, കായവറുത്തതു ഭരണിയിലാക്കി കലവറയിൽ വച്ചമ്മൂമ്മ. അച്ഛൻ മടിയിലിരുത്തി ഊട്ടുന്നതും അമ്മൂമ്മ കലവറയിൽ കായ വറുത്തത് കരുതി വയ്ക്കുന്നതും ഓമനയെ വല്ലാതെ കൊതിപ്പിക്കുന്ന ആഗ്രഹങ്ങളാണ്. അവളുടെ ആഗ്രഹങ്ങളാണത്. എന്താ അവളുടെ ആഗ്രഹങ്ങൾ? അച്ഛൻ്റെ മടിയിലിരുന്ന് അച്ഛൻ ഉരുട്ടിക്കൊടുക്കുന്ന ഉരുള കുഞ്ഞിക്കൈകളിൽ വാങ്ങി വായിലിടുന്നതും, അല്ലെങ്കിൽ അച്ഛൻ അവളെ ഊട്ടുന്നതും, കായ വറുത്തത്, അവൾക്ക് ഇഷ്ടപ്പെട്ട കായ വറുത്തത് ഭരണിയിലാക്കി അമ്മൂമ്മ കലവറയിൽ വെച്ചിട്ടുണ്ട്. അത് അമ്മൂമ്മ കലവറയിൽ പോയി അവൾക്ക് കായ വറുത്തത് എടുത്ത് കഴിക്കാൻ കൊടുക്കുന്നതും ഒക്കെ അവളുടെ ആഗ്രഹങ്ങളാണ്. ഓണസദ്യയതോർക്കും നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം, മാമൻ കെട്ടിത്തരുമല്ലോ കിളിമാവിൻ കൊമ്പിൽ പൊന്നൂഞ്ഞാൽ. അടുത്തതായിട്ട് അവളുടെ ആഗ്രഹം എന്താണെന്ന് നോക്കൂ. ഓണസദ്യയതോർക്കും നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം. ഓണസദ്യയെക്കുറിച്ച് വിചാരിക്കുമ്പോൾ തന്നെ അവൾക്ക് നാവിൽ കൊതി കൊണ്ട് വെള്ളം നിറയുന്നു എന്നാണ്. എന്തുകൊണ്ടായിരിക്കും ഓമനയ്ക്ക് ഓണസദ്യ എന്ന് കേൾക്കുമ്പോൾ കൊതിയൂറാൻ കാരണം? ഓണസദ്യയിലെ വിഭവസമൃദ്ധമായ ആ കറികളും ഒക്കെ അല്ലേ. സദ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രസകരമായ ഒരുപാട് കറികളും പായസവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് വിചാരിക്കുമ്പോൾ തന്നെ അവളുടെ വായിൽ വെള്ളം ഊറി. നിങ്ങൾക്കും അതുപോലെ ഓണസദ്യ ഇഷ്ടം ആണല്ലോ അല്ലേ. ഓണസദ്യയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഏതൊക്കെയാണ്? അതൊക്കെ നമുക്ക് ഇതിൽ പ്രവർത്തനങ്ങളിൽ ചെയ്യാനുള്ള ഏതൊക്കെയാണ് ഓണവിഭവങ്ങൾ, അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് പട്ടിക തയ്യാറാക്കാനൊക്കെയുള്ള പ്രവർത്തനങ്ങളുണ്ട്. അത് നമുക്ക് വഴിയെ ചെയ്യാം. പിന്നെയോ, മാമൻ അവൾക്ക് കെട്ടിക്കൊടുക്കും. എവിടെയാണ് ഊഞ്ഞാൽ കെട്ടിക്കൊടുക്കുന്നത്? മാവിൻ കൊമ്പിൽ. മാമൻ കെട്ടിത്തരുമല്ലോ കിളി മാവിൻ കൊമ്പിൽ പൊന്നൂഞ്ഞാൽ. അവൾക്ക് ആടിക്കളിക്കുവാൻ വേണ്ടി അവളുടെ മാമൻ ഊഞ്ഞാൽ കെട്ടിക്കൊടുക്കുമെന്നും അവൾ സ്വപ്നം കാണുന്നു. അല്ലെങ്കിൽ അവളുടെ ആഗ്രഹങ്ങളെയാണ് ഇവിടെ പറയുന്നതെന്ന് നേരത്തെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. ഇതൊക്കെ ഓമനയുടെ സ്വപ്നങ്ങൾ ആണ്. അവളിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന ഓണം വരുമ്പോൾ ഇന്നതൊക്കെയാണ് സംഭവിക്കുകയെന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത വരികളുണ്ട്. ഇനി ഒരു 8 വരികളും കൂടിയുണ്ട്. ആ വരികളിലേക്ക് കടക്കാം.